അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഒരു Q&A ആണ് കേട്ടോ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യുന്ന ഒരു കുഞ്ഞു Q&A, കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, കുഞ്ഞു Q&A ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തീർക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നെ പറ്റി ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോ. അപ്പോൾ ഞാനത് വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചൊരു Q&A ആയിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് എനിക്ക് വളരെ കുറച്ച് കമൻസേ വന്നിട്ടുള്ളൂ. ഒരു 19 കമൻസ് ആണ് എനിക്കതിൽ വന്നിട്ടുള്ളൂ. നമുക്ക് ഇന്ന് അതിൽ ചോദിച്ചവർക്കൊക്കെ കുറച്ച് മറുപടി ആയിട്ട് എന്നെ പറ്റി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ അതിന് മുമ്പ് കുറേ കമൻസിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു ചോദ്യത്തിന് ഞാൻ ആദ്യം തന്നെ ഒരു ഉത്തരം പറയാം. എൻ്റെ പേരെന്താണെന്ന് ചോദിക്കാറുണ്ട്. എൻ്റെ പേര് ദിയ എന്നാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സന്ധ്യ ജയകുമാർ ചോദിച്ചിട്ടുണ്ട്, യു ആർ കമ്മിങ് ഫ്രം വിച്ച് ഡിസ്ട്രിക്റ്റ് എന്നാണ്. എൻ്റെ വീട് മലപ്പുറമാണ് കേട്ടോ. രണ്ടാമത് അലൻ MB ചോദിച്ചിട്ടുണ്ട്, 1K ആയതിൽ സന്തോഷമുണ്ടോന്ന്. 1K ആയതിൽ സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഒത്തിരി സന്തോഷമുണ്ട്. 1K ആയി. ഇപ്പം നമ്മളിതാ 6K ഫാമിലി ആയിട്ടുണ്ട്. അതിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ വളർത്തിയതും സപ്പോർട്ട് ചെയ്തതും പൂക്കളത്തിൻ്റെ വീഡിയോസിലാണ് കേട്ടോ. അത് ഞാൻ പ്രതീക്ഷിച്ചതിലും എന്താ പറയുക, ഒത്തിരി ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തു. ഒത്തിരി നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒത്തിരി കൂടി. നമ്മൾ ഒത്തിരി കുഞ്ഞു മക്കൾ, പ്രത്യേകിച്ച് ഞാൻ പറയാമല്ലോ, കുഞ്ഞു മക്കളാ തോന്നുന്നുണ്ട് കൂടുതലും സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും ഇത്രയും പെട്ടെന്ന് നിങ്ങൾ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യും, കൂടെ കൊണ്ട് നടക്കും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫാമിലി ഒരു 6K ഫാമിലി അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അടുത്തത് അലൻ MB തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. വീട് എവിടെയാണ് ചോദിക്കുന്നുണ്ട്. അത് നെസ്സീം, മലപ്പുറം പെരിന്തൽമണ്ണയിലാണ് കേട്ടോ എൻ്റെ വീട്. അടുത്തത് വിജിമോള് ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഗ്രാജുവേറ്റഡ് ആണ്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റഡ് ആണ്. എന്താ പറയുക, ബികോം കോർപ്പറേഷൻ ആയിരുന്നു എൻ്റെ ഡിഗ്രി. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ CMAക്ക് ജോയിൻ ചെയ്തു. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കുഴപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അതൊന്ന് എന്താ പറയുക, ആ കടമയിൽ നിന്ന് കടന്നെടുക്കണം. അതിൽ സക്സസ് ആവണം എന്നാണ് ആഗ്രഹം. അതായ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചാൽ മാത്രമേ നടക്കുള്ളൂ എന്നറിയാം. കുറച്ച് റിസ്ക് ആണ്, എന്നാലും നമുക്കത് റെഡിയാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ചിയർഫുൾ കോൺഫ്ലവർ ആട്ടോ ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്നാട്ടോ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്നൊക്കെ എന്നെ കളിയാക്കി ചോദിച്ചാണോന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്നെ തന്നെ അത്ര ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളല്ല ഞാൻ. അപ്പോൾ ഒരിക്കലും അത് നല്ല കാര്യമാണെന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഞാനത് വളർത്തിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ടില്ല. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും അലൻ MB തന്നെയാട്ടോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ, ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ചേച്ചി, പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഒരു കുട്ടിയില്ലേ, അതൊക്കെ ആരാ എന്ന് പരിചയപ്പെടുത്താവോ എന്നാട്ടോ ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ അപ്പൻ, അമ്മ, പിന്നെ എനിക്കൊരു അനിയനാട്ടോ ഉള്ളത്. 4 പേരാണ്. പിന്നെ വീഡിയോയിൽ കാണാറുള്ള അനിയൻ എന്താ പറയുക, ആള് തറവാട്ടിലുള്ളത്, അതായത് എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ മോനാണ്. ആൾക്ക് ഇങ്ങനെ ഇഷ്ടമാണ് വീഡിയോയിൽ വരാം. അപ്പോൾ എന്നെ കൂട്ടുമോ ചോദിച്ചിട്ട്, ഞാൻ ആക്ച്വലി യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ അങ്ങനെ ആരെയും അറിയിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതല്ല. തുടങ്ങുന്നത് കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് കുറേ ആദ്യമൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ പുഷ് ചെയ്ത് പിന്നെ പെട്ടെന്നൊരു സാഹചര്യം ഞാനങ്ങനെ തുടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരാളെ അങ്ങനെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ എങ്ങനെയോ ഷോർട്സ് തോണ്ടി കണ്ടപ്പോൾ അവനിങ്ങനെ പറഞ്ഞു, ദീചേച്ചി എന്നെ കൂട്ടണില്ല പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവനെ കൂട്ടിയത്. പിന്നെ ഫാമിലി മെമ്പേഴ്സിൽ എൻ്റെ സ്വന്തം അനിയൻ എന്ന് പറയുന്നത് ആള് +2 കഴിഞ്ഞു. പിന്നെ അമ്മ ഹൗസ് വൈഫ് തന്നെയാണ്. അപ്പന് ചെറിയൊരു ബിസിനസ്സും കാര്യങ്ങളായിട്ട് അങ്ങനെ. അടുത്തത് മനു രാരിച്ചനാട്ടോ. ആള് 2-3 കമൻസ് ഇട്ടിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് 5K ആയത്, ഹോ നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ കേട്ടോ, സത്യം. ഞാൻ പറഞ്ഞല്ലോ, പൂക്കളത്തിൻ്റെ വീഡിയോസിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടിയത്. എനിക്ക് പൊതുവേ ഞാൻ ഈ പൂക്കളം, ക്രിസ്മസിന് ക്രിബ് ഉണ്ടാക്കുക, പുൽക്കൂട് ഉണ്ടാക്കുക, പൂക്കളം ഇടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എനിക്കിങ്ങനെ ദീപാവലിയാണ്, എനിക്ക് അങ്ങനത്തെ എന്താ പറയുക ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എല്ലാ വർഷവും ഇടുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ വീഡിയോ തുടങ്ങിയതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അതേപോലെ റെസ്പോൺസ് കുറേയും ചെയ്തു. പൂക്കളം കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ കയറ്റമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു കാലത്ത് സക്സസ് ആവാൻ തന്നെയാണ് തുടങ്ങിയത്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഒരിടയ്ക്ക് എൻ്റെ പാഷനായിരുന്നു. എനിക്ക് 10th കഴിഞ്ഞ് +1 ആ ടൈം തുടങ്ങി എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ കുറേ തടസ്സങ്ങളും കടമ്പകളും കാരണം എനിക്ക് തുടങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തുടങ്ങി. തീരുമാനിച്ച് പിറ്റേ ദിവസം തന്നെ തുടങ്ങിയിട്ടില്ല കേട്ടോ. തീരുമാനിച്ച് ഒരാഴ്ച കഴിയുമ്പോഴേക്കും തുടങ്ങി. അങ്ങനെ തുടങ്ങി ദാ ഇപ്പം ഇവിടം വരെ എത്തി നിൽക്കുന്നു. പിന്നെ 5K ആയതിൽ ഗീവ് അവേ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഗീവ് അവേ ഇല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ല. അപ്പോൾ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം അറിയാം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം. പക്ഷേ എന്താ പറയുക, അറിയാം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അല്ലാത്തതുകൊണ്ടാണ്. അല്ലാണ്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ല. അപ്പോൾ അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആണ് കേട്ടോ ഞാൻ ചെയ്യാത്തത്. പിന്നെ ഈ കുട്ടി തന്നെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഇത്രയും വേഗം Q&A ആൻസർ ചെയ്യുമോ? ഇന്നേക്ക് 8 ദിവസമായി ആരും അങ്ങനെ പോസ്റ്റ് ഇട്ടത് കാണുന്നില്ല. അതുകൊണ്ട് ഒരു വീഡിയോയിൽ പറ, ഇങ്ങനെ പോസ്റ്റ് ഇട്ട കാര്യം ഇപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് വരും. ശരിയാട്ടോ, അതെനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ അടുത്ത Q&Aക്ക് നമുക്കത് തിരുത്തിയിട്ട് ചെയ്യാം. വീണ്ടും അതേ കുട്ടി തന്നെയാട്ടോ ചോദിച്ചിരിക്കുന്നത്, 5K ആയ കാര്യം എപ്പോഴാണ് അറിഞ്ഞു? ഈ കമൻറ്റ് കണ്ടിട്ട് ആണോ അതോ ആദ്യം തന്നെ അറിഞ്ഞോ? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സത്യം പറയാലോ, ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം വൈറ്റ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അത് ഒരു 5 മിനിറ്റിൽ ഒരു 3-4 വട്ടം നോക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത്രമാത്രം ഇതിൽ ഇത് ചെയ്യണം. ലൈക്ക് എൻ്റെ എഫേർട്ട് മൊത്തം ഇട്ടിട്ടാണെങ്കിലും എനിക്കറിയില്ല ഞാൻ എന്തിലാ സക്സസ് ആവുക കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട്. എനിക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒരു മടുപ്പ് തോന്നാറില്ല. പിന്നെ നമ്മൾ മെൻ്റലി ഡൗൺ ആവുന്ന സാഹചര്യമൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ഡൗൺ ആവും. അത് സ്വാഭാവികം, എല്ലാ മനുഷ്യർക്കും ഉള്ളതല്ലേ. അല്ലാണ്ട് എന്താ പറയുക, അത്രത്തോളം മടുപ്പും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും എന്തായി, കയറിയോ ഇറങ്ങിയൊക്കെ. ഇറങ്ങുന്ന കാണുമ്പോൾ കുറച്ച് സങ്കടമൊക്കെ വരും. ഞാൻ പറഞ്ഞുതരാം, ഓണത്തിൻ്റെ കഴിഞ്ഞിട്ട് 2 ദിവസം ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. കാരണം ഒറ്റ അങ്ങോട്ട് കയറണില്ല. അവിടുന്ന് ഇങ്ങനെ നിന്ന ഗ്രാഫ് ഒറ്റയടിക്ക് ഇങ്ങനെ ഇറങ്ങുക ചെയ്തത്. അപ്പോൾ അതിൽ ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ നമ്മളത് വിചാരിച്ചിരുന്നിട്ട് നമുക്കൊരിക്കലും ഇതിൽ കാര്യമില്ല. അപ്പം നമ്മളിനി മുൻപോട്ട് കൊണ്ടിരിക്കുക, നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും വരും എന്നുള്ളൊരു വിശ്വാസത്തിൽ പുറത്ത്. അങ്ങനെ വീണ്ടും അതേ ആളുടെ കമൻറ്റ് തന്നെയാണ് കേട്ടോ. 1Kയിൽ നിന്നും വേഗമ്മ 5Kയിൽ എത്തിയത് എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞല്ലോ അതന്നെ, 5K ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 1K ഒക്കെ ആയപ്പോഴേക്കും ഞാൻ ഗീവ് അവേ ഇട്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും ഓണം സ്റ്റാർട്ട് ചെയ്തിട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷം തോന്നുന്നു. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ 5K ആയപ്പോഴേക്കും ജാട ആയോ? ഒരു ദിവസം എന്തോരം വീഡിയോസ് ഇടും, ഇപ്പോൾ ഒന്നും അങ്ങനെ കാണാറില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഓണം സീസൺ ആയപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വീഡിയോസ് ചെയ്തിട്ടില്ല. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഡൗൺ ആയി. ഇപ്പം ഞാൻ പിന്നെയും ഒരു പവറൊക്കെ എടുത്ത് എനർജിയൊക്കെ ബൂസ്റ്റ് ചെയ്ത് ഞാൻ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കുറച്ചുകൂടിയും പവറായി, കുറച്ചുകൂടിയും കൂടുതൽ വീഡിയോസ് ഡെയിലി ഇട്ട് അപ്ഡേറ്റ് ആവണം എന്ന് തന്നെയാട്ടോ എൻ്റെ ആഗ്രഹം. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യും. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ കളിയാക്കിയൊരു ചോദ്യം വന്നിട്ടുണ്ട്, പ്ലേ ബട്ടൺ കിട്ടിയോന്ന്. ഏടാ അതിനൊക്കെ എന്താ പറയുക, അതിനൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ 1 മില്യൺ ആകാൻ എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എടാ ഞാനിപ്പോൾ ഇത് എവിടെ നിൽക്കുക, ഇവിടുന്ന് അത്രയും ദൂരം വളരണമെങ്കിൽ ഒത്തിരി ടൈം എടുക്കും. പിന്നെ അതിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് എന്നിൽ തന്നെ ഒരു കോൺഫിഡൻസ് കുറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെതായ എല്ലാ പോരായ്മകളുണ്ട്. സന്തോഷം ഉണ്ടാവും, ആഗ്രഹം ഉണ്ടാവും, ഇല്ല എന്നൊന്നും ആരും പറയില്ല. ഇപ്പം ഇതിലൊക്കെ വരുന്നവർക്ക്, ഇപ്പം ഈ യൂട്യൂബൊക്കെ തുടങ്ങുന്നവർക്ക് ഒരുമാതിരി എല്ലാവർക്കും അതുതന്നെയായിരിക്കും ആഗ്രഹവും. പിന്നെന്താ അറിയില്ല, കുറേയൊക്കെ നമ്മുടെ എഫേർട്ട്, അതായത് 50-50 അല്ലേ, നമ്മൾ എഫേർട്ട് ഇടണം. അതേപോലെ നമ്മൾ മുകളിലിരിക്കുന്ന ആളുടെ സഹായവും ആളുടെ എന്താ പറയുക സപ്പോർട്ടും നമുക്ക് ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് എല്ലാം സക്സസ് ചെയ്യാം, എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള വിശ്വസിക്കുന്ന ടൈപ്പ് ഓഫ് ആളാട്ടോ ഞാൻ. അപ്പം ഇത്ര എനിക്കിപ്പോൾ ഇതിൽ പറയാനുള്ളൂ. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെച്ചാൽ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഞാനൊരു പോസ്റ്റ് ആയിട്ട് ഇടാം. ആ പോസ്റ്റിൽ വന്നിട്ട് Q&Aക്ക് പറ്റിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാനും അറിയാനും താല്പര്യമുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. നമുക്ക് ഒരു അടുത്ത Q&A ആയിട്ട് ചെയ്യാം കേട്ടോ. ഒരു കുറച്ചധികം ക്വസ്റ്റ്യൻസ് വന്നിട്ട് ഒരു വലിയ Q&A ആയിട്ട് ചെയ്യാം. ഞാനൊരു ഷോർട്സിലും കൊച്ചു പറഞ്ഞ പോലെ ഒരു ഷോർട്സിലും ഞാൻ അറിയിക്കാം. അപ്പോൾ നമുക്ക് അടിപൊളിയാക്കാം. പിന്നെ എന്നോട് ഒരു കാര്യം പറഞ്ഞു, എന്നോട് കുറേ കമൻസിൽ ഞാൻ കണ്ടതാണ്, കമൻറ്റ് ബോക്സിൽ കണ്ടതായിരുന്നു, ഏത് ആപ്പിലാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന്. ഞാൻ ഒരാൾക്ക് എങ്ങാണ്ട് കമൻറ്റ് കൊടുത്തു, വേറെ 1-2 കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻഷോട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ CapCut ഉണ്ട്, VN ഉണ്ട്, ഇൻഷോട്ട് ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും എനിക്കെന്തോ
എനിക്കെന്തോ VN ആണ് കംഫർട്ടബിൾ. അതുകൊണ്ട് ഞാൻ VN-ലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അത്രയല്ലേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, പറയല്ല, ഞാനൊരു ഒപ്പീനിയൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് എൻ്റെ കാണാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഈ കമൻറ്റ് ബോക്സിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഷോർട്സ് നമുക്ക് കൂടുതൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം എന്നാ ഇത്രയേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.